ഇപ്പോൾ വീട്ടിൽ മരിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ, അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് ശരിയാണ്, അങ്ങനെ അനാവശ്യമായ പോസ്റ്റ്മോർട്ടങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നേ ഇല്ല. പക്ഷെ അതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഹൗസ് സർജന്മാരെയൊക്കെ പഠിപ്പിക്കുന്നത് ചോദിക്കും, ജോളിയെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. എന്താണ് അവിടെ സംഭവിച്ചത്? ആദ്യത്തെ ഒരാൾക്ക് വിഷം കൊടുത്തു, സയനൈഡ് കൊടുത്തു, അവർ മരിച്ചു. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവർ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ഡോക്ടർ അത് ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ, പോലീസ് വന്ന് ആ കേസ് ഇൻക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ, ആദ്യത്തെ കേസോടുകൂടി അത് അവസാനിച്ചേനെ. അപ്പോൾ ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു അവിടെ കുഴഞ്ഞു വീണു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു, അവർ കുറച്ച് നേരം ശ്രമിച്ചു, മരിച്ചു. അപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. കാരണം അവസാനം മരിച്ചിട്ടല്ലല്ലോ എത്തിയത്, മരിക്കാറായപ്പോഴെത്തി അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെയാണ് കൊടുത്തത്. അപ്പോൾ ബോഡി വിട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനത്തിലെത്തിയ സമയത്ത് വീട്ടിൽ നിന്നുള്ളൊരു വിവരം കിട്ടുകയാണ്, വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടായിരുന്ന 2 ആൾക്കാർക്ക് എന്തൊക്കെയോ ദേഹാസ്വാസ്ഥ്യം, ഛർദ്ദിക്കുന്നു, കുഴയുന്നു. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രില്യൻ്റായ ഒരു പ്ലാൻഡ് മർഡർ പൊളിയുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. പ്ലാൻഡായിട്ട് ചെയ്യുന്ന കുറേ മർഡറുകളുടെ കാര്യം ഒരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത്. ഒരാൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ കാഷ്വാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ATM ഉണ്ട്. അപ്പോൾ ആ ATMൽ കാശെടുക്കാൻ വേണ്ടി വന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ കുഴഞ്ഞു വീണു. അപ്പോൾ അവിടെ തന്നെ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ഒരു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആള് CPCR കൊടുത്തു. അപ്പോൾ തന്നെ കാഷ്വാലിറ്റി നേരെ ഓപ്പോസിറ്റാണ്, കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. പക്ഷെ ശ്രമിച്ചു, ആളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ആള് മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചു. ബോഡി കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, ചില കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് ആൾക്കാർക്കൊരു സംശയമുണ്ട്. അതേപോലെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഉടനെ പോലീസിനെ അറിയിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ, നമുക്ക് ബോഡി വിട്ട് തന്നൂടെ, ആൾ അസുഖമുള്ള ആളാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുള്ള ആളാണ്. ചില കേസുകൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നെഞ്ചുവേദനയായി പുറപ്പെട്ടു. ആദ്യം ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ അവിടെ നിന്ന് ECG എടുത്ത് അത് ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞ് അതിൻ്റെ ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ട കുറച്ച് ഗുളികകൾ കൊടുത്ത് വലിയ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ട് വഴിയിൽ മരിക്കുന്നവരുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ ഉടനെ അത് പോലീസിൽ അറിയിക്കും. അപ്പോൾ ആൾക്കാർക്ക് അത് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ അത് ഒരു സ്വീകാര്യത കുറവാണ്, ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന സാധനം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു അസ്വാഭാവിക മരണവും അൺനാച്ചുറലായ അല്ല. അൺനാച്ചുറൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാച്ചുറൽ അല്ലാത്തതെല്ലാം അൺനാച്ചുറൽ, നാച്ചുറൽ ആണെന്ന് ഉറപ്പില്ലാത്തതെല്ലാം അൺനാച്ചുറലാണ്. നാച്ചുറൽ ആണെന്ന് ഉറപ്പുള്ളത് വയസ്സായിട്ടുള്ള മരണം നാച്ചുറൽ സ്വാഭാവിക മരണമാണ്. അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുള്ള മരണം സ്വാഭാവിക മരണമാണ്. അപ്പോൾ അത് അസുഖം എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ അസുഖം, ലിവറിൻ്റെ അസുഖം, കിഡ്നിയുടെ അസുഖം, അതൊക്കെ ആവാം. ഇൻഫെക്ഷൻസ് ആവാം, ഡെങ്കിപ്പനി, അങ്ങനെ എന്തെങ്കിലും ആവാം. ഇതൊക്കെ നാച്ചുറൽ എന്ന് നമ്മൾ വിചാരിക്കുന്നു, നാച്ചുറലാണ്. അല്ലാത്ത അസ്വാഭാവികമായതെല്ലാം ഒരു ആത്മഹത്യയാവാം, കൊലപാതകമാവാം, ഒരു ആക്സിഡൻ്റ് ആവാം, ഇനി പെട്ടെന്നുള്ള ആകസ്മികമായൊരു മരണം, ഒരാൾ പെട്ടെന്ന് എന്തുകൊണ്ടെന്ന് മനസ്സിലാവാതെ പെട്ടെന്നുള്ള മരണം, സഡൻ ഡെത്ത് എന്ന് പറയും, അല്ലെങ്കിൽ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് എന്ന് പറയും, പ്രതീക്ഷിക്കാതെയുള്ള മരണം. ഇതൊക്കെ അൺനാച്ചുറലായിട്ട് കണക്കാക്കും. ഇതിൽ ഈ ബ്രോട്ട് ഡെഡ് എന്ന് പറയുമ്പോൾ, അതായത് മരിച്ച രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് നാച്ചുറലാണോ അൺനാച്ചുറലോ ആണോ എന്ന് അറിയാത്തൊരു മരണമാണ്. കാരണം ഡോക്ടർ കാണുമ്പം ഇയാൾ മരിച്ചിട്ടുണ്ട്. നിയമപ്രകാരം ഇത് ഡോക്ടറുടെ ഉത്തരവാദിത്വമാണ് അത് പോലീസിനെ അറിയിക്കൽ. അതിൽ യാതൊരു നീക്കുപോക്കുമില്ല. അതാണ് ശരിയായ കാര്യം, ഡോക്ടർ ചെയ്യേണ്ട കാര്യം. കാരണം ഇതിന് മുൻപ്, ഈ മരണത്തിന് മുൻപ് ഉണ്ടായ പ്രോസസ്സ് എന്താണ്, കാരണം എന്താണ്, എങ്ങനെ ഇയാൾ മരിച്ചു, ഇത് ഡോക്ടർക്ക് അറിയില്ല, ഡോക്ടർ കണ്ടിട്ടില്ല. അപ്പോൾ ഡോക്ടറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റിനെ അറിയിക്കലാണ്. ഇങ്ങനെ ഒരാൾ മരിച്ച രീതിയിൽ, മരിച്ച നിലയിൽ കണ്ടു, മരിച്ച നിലയിൽ കൊണ്ടുവന്നു, ബ്രോഡ് ഡെഡ്, പോലീസിനെ അറിയിക്കുന്നു. അപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടയോ ഈ കേസെന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ഡോക്ടറല്ല, ഈ ഡോക്ടറും അല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറും അല്ല. അത് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടുള്ള പോലീസാണ്. പോലീസ് ഈ ഡോക്ടറുടെ അറിയിപ്പ് എന്ന് വെച്ചാൽ ഇൻറ്റിമേഷൻ കിട്ടുമ്പോൾ പോലീസ് വരുന്നു, ഇൻക്വസ്റ്റ് നടത്തുന്നു. ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ കോസ് ഓഫ് ഡെത്ത്. ഈ മരണകാരണത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രാഥമികമായ അന്വേഷണം അത് പോലീസ് നടത്തും. പോലീസ് ആ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കും. അത് പുറമേ നിന്നുള്ള പരിശോധനകൾ നടത്തും. എന്തെങ്കിലും മുറിവുകളുണ്ടോ, എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടോ, ബന്ധുക്കളോട് സംസാരിക്കും, നാട്ടുകാരോട് സംസാരിക്കും, ഈ മുന്നേ ചികിത്സിച്ച ഡോക്ടർ ഉണ്ടെങ്കിൽ ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. എല്ലാ കാര്യങ്ങളും വെച്ച് പോലീസിന് തീരുമാനിക്കാം
ഇതൊരു സംശയമുള്ള കേസാണോ അല്ലയോ. അപ്പോൾ പോലീസിന് തോന്നുകയാണ് ഇത് കുഴപ്പമില്ല, ഇത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്നുള്ള രേഖയുണ്ട്, വേറെ സംശയങ്ങളോ ഒന്നുമില്ല, അപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള മരണമാണെങ്കിൽ പോലീസിന് ഈ ബോഡി വിട്ടുകൊടുക്കാനുള്ള അധികാരമുണ്ട്. വിവേചനാധികാരം പോലീസിനാണ്. അത് ബോഡി വിട്ടുകൊടുക്കാം, ഒരിക്കലും ഡോക്ടറുടെ കയ്യിലല്ല അത്. അതേപോലെ തന്നെ പോലീസിന് ഒരു ഉറപ്പില്ലായ്മയുണ്ട്, സംശയം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യാം. അതിന് ബന്ധുക്കളുടെ സമ്മതം ആവശ്യമില്ല. കാരണം ഒരു അസ്വാഭാവിക മരണം നടന്നു കഴിഞ്ഞാൽ ഈ ബോഡി പിന്നെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. അപ്പോൾ സ്റ്റേറ്റിന് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിൽ ഇനി ബന്ധുക്കളുടെ കൺസെൻറ്റ് അല്ലെങ്കിൽ സ്വന്തം കൺസെൻറ്റ്, എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യരുതേ എന്ന് എഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്താലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് സ്വന്തം കൺസെൻറ്റിനോ ബന്ധുക്കളുടെ കൺസെൻറ്റിനോ അതിന് യാതൊരു വാല്യൂ ഇല്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എങ്ങനെ മരിച്ചാലും, ഇപ്പോൾ വീട്ടിൽ മരിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ, അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് ശരിയാണ്, അങ്ങനെ അനാവശ്യമായ പോസ്റ്റ്മോർട്ടങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നേ ഇല്ല. ന്യൂമോണിയ വന്ന് മരിച്ചതും, വയസ്സായ ആൾക്കാർ വീട്ടിൽ കിടന്ന് മരിച്ചതും, ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ മരിച്ചതും, അതേപോലെ ക്യാൻസർ പേഷ്യൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന വഴിമധ്യേ മരിച്ചതും ഒക്കെ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഹൗസ് സർജന്മാരെയൊക്കെ പഠിപ്പിക്കുമെന്ന് ചോദിക്കും, ജോളിയെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. കാരണം നമ്മളെ നൊട്ടോറിയസ് ആയ സയനൈഡ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോളിയുടെ കേസിൽ അവർ കുറ്റാരോപിതയാണ്, കേസ് തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ആദ്യത്തെ ഒരാൾക്ക് വിഷം കൊടുത്തു, സയനൈഡ് കൊടുത്തു, അവർ മരിച്ചു. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവർ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ഡോക്ടർ അത് ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ, പോലീസ് വന്ന് ആ കേസ് ഇൻക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ, ആദ്യത്തെ കേസോടുകൂടി അത് അവസാനിച്ചേനെ. ആദ്യത്തെ കേസിൽ സയനൈഡാന്ന് കണ്ടുപിടിക്കും, അപ്പോൾ അത് അന്വേഷിക്കും, ബാക്കിയുള്ള കേസുകൾ നടക്കില്ല. ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കേസുകളിൽ അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ മരിക്കില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അത് ഡോക്ടർമാർക്ക് തന്നെ ആ കാര്യത്തിൽ എത്രത്തോളം അവബോധം ഉണ്ട് എന്നുള്ളത് സംശയമാണ്. പൊതുജനങ്ങൾക്ക് അവബോധം വളരെ കുറവാണെന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രാധാന്യം. പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം എന്താ പറയുക, പെട്ടെന്ന് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്തു നിന്ന് ചെയ്ത് കിട്ടണം, എങ്ങനെയെങ്കിലും ചെയ്ത് കിട്ടണം, എവിടെന്നെങ്കിലും ചെയ്ത് കിട്ടണം എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഒഴിവാക്കി കിട്ടണം. ഇതാണ് സാധാരണഗതിയിൽ എല്ലാ പൊതുജനത്തിൻ്റെയും ഇത്. ഒഴിവാക്കി കിട്ടണം എന്നുള്ളത് സ്വാഭാവികം. ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ശരീരം മുറിക്കുന്നതിനോടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനോടും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, ശരിയാണ്. പക്ഷെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എവിടെന്നെങ്കിലും ചെയ്യണം എന്നുള്ളത് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, സിമ്പിളായ കാര്യം, നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം, ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ പ്രസവം, അല്ലെങ്കിൽ നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം, ഒരു കണ്ണ് ഡോക്ടർ ചെയ്യുന്നതിനോട് നിങ്ങളുടെ താല്പര്യം എന്താണ്? നിങ്ങൾക്ക് താല്പര്യമാണോ അത്? അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ തിമിര ശസ്ത്രക്രിയ ഒരു പല്ല് ഡോക്ടർ ചെയ്യുന്നതിനോട്, അല്ലെങ്കിൽ ഒരു പ്രസവം എടുക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ അനസ്തീഷ്യ പഠിച്ച ഒരു ഡോക്ടർ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ എല്ലാം കുഞ്ഞുങ്ങൾക്ക് രസം വന്ന പീഡിയാട്രിഷനെ നമ്മൾ കാണിക്കും, പ്രസവമാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേ നമ്മൾ പോകും, വയറുവേദനയാണെങ്കിൽ നമ്മൾ മെഡിസിൻ ഡോക്ടർ മാത്രമല്ല ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അടുത്തേ നമ്മൾ പോകും, സൂപ്പർ സ്പെഷ്യാലിറ്റി നമ്മൾ കാണിക്കും. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ MBBS ഉള്ള ഡോക്ടറാണെങ്കിലും മതി. പലപ്പോഴും വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി പഠിച്ചിട്ട് PSC എഴുതി അവിടെ ജോലി കിട്ടിയിട്ട് വരുന്ന ഡോക്ടർമാർ വേറെ കാര്യങ്ങളാണ് അവരുടെ എക്സ്പെർട്ടീസ്. അവർ ഒരു അനസ്തീഷ്യ കൊടുക്കാൻ പറഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ചെയ്യും, അവർ അനസ്തീഷ്യോളജിസ്റ്റാണ്. പക്ഷെ അതുകൊണ്ട് അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും പഠിച്ച ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇതൊരു ദുരവസ്ഥയാണ്. ഇത് പലപ്പോഴും കാണാതെ പോകുന്നു. നമ്മൾ ജീവനുള്ള സമയത്ത് നമ്മൾ ഇത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റികൾ തേടി പോകുമ്പോഴും മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ശരിക്ക് കിട്ടേണ്ട നീതി പലപ്പോഴും കിട്ടുന്നില്ല. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഡോക്ടർമാരുടെയോ അത് ഗതികേടാണ്. സത്യം പറഞ്ഞാൽ വേറെന്തോ പഠിച്ചിട്ട് അവർ വേറെന്തോ ചെയ്യാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവർ ജോലിക്ക് കയറുമ്പോൾ അവർ നിർബന്ധിതരാവുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അങ്ങനെ ജോലിക്ക് കയറിയിട്ടുള്ള ഡോക്ടർമാർ പലപ്പോഴും നമ്മൾ ഫോറൻസിക് ആയതുകൊണ്ട് അവരുടെ എന്താ പറയുക ഗതികേട് കൊണ്ട് അവർ ചോദിക്കും, അതെ ഇങ്ങനെ ഒരു ലങ്ങിൽ ഇങ്ങനെ ഒരു ഫൈൻഡിങ് ഉണ്ട്, നമ്മൾ എന്ത് എഴുതണം, അല്ലെങ്കിൽ ഇതെന്തായിരിക്കും? കാരണം അവർ മുന്നേ ചെയ്തിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു MBBS പഠനകാലത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്
അറ്റ്ലീസ്റ്റ് പോസ്റ്റ്മോർട്ടം കാണാനുള്ള സൗകര്യമുണ്ട്. അതും എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ പറ്റും, എന്തെല്ലാം കേസുകൾ കാണാൻ പറ്റും, അത് ഒരു 10-15 ആളൊക്കെ ആയിരിക്കും ഒരു കേസ് കാണുമ്പോൾ എത്രത്തോളം അതിലോട് കാണാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് അവർക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ കൊല്ലത്തിലൊരിക്കൽ, ഈ ഫോറൻസിക് പഠിക്കുന്ന കാലയളവിൽ കൊല്ലത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ നടക്കുന്ന കേസുകൾ, അന്ന് കേസ് ഉണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ 1, 2, 3 കേസുകൾ അന്ന് കാണും. അത്രേ ഉള്ളൂ അവർക്ക് പോസ്റ്റ്മോർട്ടം ആയിട്ടുള്ള പരിചയം. ഇനി കണ്ടാൽ തന്നെ ചെയ്ത് പഠിക്കുന്ന പോലെ ഒരു ഗുണം വരും അവർക്ക്. ആദ്യമായിട്ടൊരു ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കഴിവുണ്ടാവുമോ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരാളുടെ നിന്ന് നമുക്ക്. അപ്പോൾ ആ ഡോക്ടർമാർ, അങ്ങനെ ജോലിക്ക് കയറുന്ന ഡോക്ടർമാർ, നമ്മൾ ഫോറൻസിക് ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ചിട്ട് ഇതിന് എന്ത് എഴുതണം എന്ന് ചോദിക്കും. അതിനേക്കാളും അപകടകരമായൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഡ്രൗണിങ് കേസ് വന്നിട്ടുണ്ട്, ഡ്രൗണിങ്ങിന് എന്തൊക്കെ ഫൈൻഡിങ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ അവർ ആ ഫൈൻഡിങ്സ് എഴുതി ചേർക്കാൻ പോകണം എന്നർത്ഥം. അപ്പോൾ ആ കേസ് ശരിക്കും ഡ്രൗണിങ് ആണോ അല്ലയോ എന്ന് പോലും അറിയില്ല. പോലീസ് പറയുന്നു ഡ്രൗണിങ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള മുങ്ങിമരണം, പോലീസ് പറയുന്നു വെള്ളത്തിൽ നിന്നൊരു ബോഡി കിട്ടി, മുങ്ങിമരണമാണ്. അപ്പോൾ ഈ ഡോക്ടർ മുങ്ങിമരണത്തിൽ കാണപ്പെടുന്ന ഫൈൻഡിങ്സ് അതിൽ എഴുതാൻ പോവാണ്. അത് എത്ര അപകടകരമായൊരവസ്ഥയാണ്. ഒരാൾ കൊന്നിട്ട് വെള്ളത്തിലിട്ടതാണെങ്കിലോ. അപ്പോൾ അതൊരു വെറും മുങ്ങിമരണമായിട്ട് വിത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിവോടുകൂടി അത് അവസാനിച്ച് പോകാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ പറയണ, ഏതൊരു സെൻറ്ററിലും, പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഏതൊരു സെൻറ്ററിലും ഒരു ഫോറൻസിക് സർജൻ്റെ സേവനം ആവശ്യമാണ്. അത് ആളുകൾ മനസ്സിലാക്കണം, ഭരണകർത്താക്കൾ മനസ്സിലാക്കണം, അതിനുള്ള നടപടികൾ നടത്തണം. അവിടെ ആളുകൾ, കാരണം ആളുകളുണ്ട്, ഫോറൻസിക് മെഡിസിൻ പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകളുണ്ട്, ഇതേപോലെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡുകളുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടിയോജിപ്പിക്കാൻ മാത്രമാണ് പറ്റാത്തത്. ഇത് കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരും. ഒരു ഫോറൻസിക് ഡോക്ടർ ചെയ്യേണ്ട കാര്യം ഫോറൻസിക് ഡോക്ടർ ചെയ്യണം, അനസ്തീഷ്യോളജിസ്റ്റ് ചെയ്യേണ്ട കാര്യം അനസ്തീഷ്യോളജിസ്റ്റ് ചെയ്യണം. സിമ്പിളായ കാര്യം. കാരണം നമ്മുടെ നാട്ടിൽ ബാക്കി ഒന്നിനും ഈ ദാരിദ്ര്യം ഇല്ല. ബാക്കി എല്ലാം നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റികളടക്കം എല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മാത്രം ഈ ഒരു എന്താ പറയുക അപാകത കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ മനുഷ്യൻ, അതായത് സ്വാഭാവികമായിട്ട് അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു അവിടെ കുഴഞ്ഞു വീണു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു, അവർ കുറച്ച് നേരം ശ്രമിച്ചു, മരിച്ചു. അപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. കാരണം അവസാനം മരിച്ചിട്ടല്ലല്ലോ എത്തിയത്, മരിക്കാറായപ്പോഴെത്തി അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെയാണ് കൊടുത്തത്. അപ്പോൾ ബോഡി വിട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനത്തിലെത്തിയ സമയത്ത് വീട്ടിൽ നിന്നുള്ളൊരു വിവരം കിട്ടുകയാണ്, വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടായിരുന്ന 2 ആൾക്കാർക്ക് എന്തൊക്കെയോ ദേഹാസ്വാസ്ഥ്യം, ഛർദ്ദിക്കുന്നു, കുഴയുന്നു. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു ദുരൂഹത വന്നു അതിൽ. ഇയാൾ കടലക്കറിയും പുട്ടോ എന്തോ ഭക്ഷണം കഴിച്ചു, ഇവരും അതേ കടലക്കറി കഴിച്ചു. വേറെ ആരും പ്രാതൽ കഴിച്ചിട്ടുമില്ല. കഴിച്ചവർക്കൊക്കെ പ്രശ്നം. അപ്പോൾ അതിൽ നിന്ന് ബോഡി കൊണ്ടുവന്നു, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ബ്രില്യൻ്റായ ഒരു പ്ലാൻഡ് മർഡർ പൊളിയുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആളുടെ മകൻ എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ഫസ്റ്റ് മാരേജിലെ മകനാണ്. മകന് ഇയാളോട് ഇഷ്ടമില്ല, രണ്ടാനച്ഛനോട് ഇഷ്ടമില്ല. ആൾ വളരെ എന്താ പറയുക വിദ്യാഭ്യാസവും വിവരമൊക്കെയുള്ള മിടുക്കനായ ഒരാളാണ്. ആൾ സ്വന്തമായിട്ട് വീടിൻ്റെ മുകളിലത്തെ റൂമിൽ ലബോറട്ടറി പോലെ സജ്ജീകരണം ചെയ്ത് അവിടെ സ്വന്തമായി തയ്യാറാക്കിയെടുത്ത വിഷം ഈ രണ്ടാനച്ഛന് കൊടുക്കാനുള്ള കടലക്കറിയിൽ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ആൾക്ക് വേണ്ടി കുറച്ച് സർവ് ചെയ്ത ഒരു പാത്രം കടലക്കറിയിൽ അത് മിക്സ് ചെയ്തു. ഇതുവരെ പെർഫെക്റ്റ് ആണ്. ആളത് കഴിച്ചു, ഓക്കെ, സംശയമില്ലാത്ത രീതിയിൽ കുഴഞ്ഞു വീണു. ഹാർട്ട് അറ്റാക്കാന്ന് ആൾക്കാർ വിചാരിച്ചു, മരിച്ചു, എല്ലാം കഴിഞ്ഞു. പക്ഷെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ അമ്മമാരും ചെയ്യുന്ന പോലെ ഈ ബാക്കി കടലക്കറി മുഴുവൻ ഇയാൾ എടുത്തില്ല. ബാക്കിയുള്ളത് വലിയ കടലക്കറി ബാച്ചിലേക്ക് ചേർത്ത് ഇളക്കിയിട്ടാണ് അവരതിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തത്. എന്നുവെച്ചാൽ പണിക്കാരാണ് ഫസ്റ്റ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവർക്ക് ഇത് ഡൈല്യൂട്ടായി പോയ കാരണം അവർ മരിച്ചില്ല, അവർക്ക് ചെറിയ ദേഹാസ്വാസ്ഥ്യം വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻഡ് മർഡറിൽ പോലും ചെറിയ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും. ഇനി വിഷം കൊടുത്ത കാര്യം പറയാം, ഇതിപ്പോൾ രണ്ടാനച്ഛനാണ്, അല്ലാതെ സ്വന്തം അമ്മയെ തന്നെ എലി വിഷം കൊടുത്തു കൊന്ന ഒരു മകളുടെ ഒരു കേസും ഉണ്ടായിരുന്നു. അത് പോയ്സണിങ് എന്നുള്ള രീതിയിൽ ചെയ്തു. അപ്പോൾ അത് മർഡറാന്ന് അറിയില്ലായിരുന്നു, പിന്നെയാണ് അത് മനസ്സിലായി വന്നത്. എലി വിഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലിവറിനെയാണ് ബാധിക്കുക. അത് ലിവറിനെ ബാധിക്കും. അത് പെട്ടെന്നൊന്നും അങ്ങനെ കഴിച്ച ഉടനെ മരിക്കുകയൊന്നുമില്ല. പക്ഷെ 2-3 ദിവസം കടന്ന്, ലിവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും റെസിലിയൻ്റ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മുടെ ശരീരത്തിൽ ഈ കാളകൂട വിഷം വരെ കുടിക്കാൻ കൽപ്പുള്ള ഒരു അവയവമാണ് ലിവർ. എന്ത് വിഷം കൊടുത്താലും അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന, അരിച്ച് അതിനെ വിഷമല്ലാതാക്കുന്ന ഒരു ആളാണ്.
പക്ഷെ മാത്രമല്ല ഒരു കുഞ്ഞി കഷ്ണം കൊടുത്താലും നമുക്കറിയാം ബാക്കി എല്ലാ ഓർഗൻസിനും ഹാർട്ടിൻ്റെ ഒരു ഭാഗം പോയാൽ പോയി. കിഡ്നി ഒരു ഫുൾ കിഡ്നി തന്നെ വെക്കണം. പക്ഷെ ലിവർ ഒരു കഷ്ണം വെച്ചാലും ആ ലിവറിന് സ്വയമായിട്ട് എന്താ പറയുക വലുതായി വരാൻ അറിയാം. അതേപോലെ ചെറിയൊരു കഷ്ണത്തിന് നന്നായിട്ട് പണിയെടുക്കാൻ പറ്റും. എന്നാലും അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം ആ കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. പിന്നെ ലിവർ മാറ്റി വയ്ക്കുക എന്നുള്ള ഒരൊറ്റ ഒരു ഇതേ ഉള്ളൂ. ഇപ്പം എലിവിഷം കഴിക്കുന്നവർക്ക് അതാണ് സംഭവിക്കുന്നത്. അവർ ഉടനെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മരിക്കില്ല. പക്ഷെ ആ ലിവറിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അതിനെല്ലാവർക്കും സാഹചര്യമോ സാമ്പത്തികമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മരിച്ചു പോകുക ഒരു വഴിയുള്ളൂ. അപ്പോൾ ആ കേസിൽ അത് മകളാണ് കൊടുത്തതെന്നുള്ളത് പിന്നീട് തെളിഞ്ഞു. പക്ഷെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത കേസുകളും അവസാനം പുറത്തു വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് സ്വന്തം വഴിയേ ആയിരിക്കും. അതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരും. അതിനൊരു സംഭവമുണ്ട്. അന്ന് ഞാൻ ജോയിൻ ചെയ്ത സമയം ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ ഇങ്ങനെ ആവേശം കൊണ്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഒരു ഞായറാഴ്ച ഒരു കേസുണ്ട് ചങ്ങരംകുളത്ത്. അപ്പോൾ പോകുന്നോന്ന് ചോദിച്ചു. ഞായറാഴ്ച ഡ്യൂട്ടി ദിവസം അല്ലായിരുന്നു അന്ന്. പക്ഷെ എന്നാലും എക്സ്ഹ്യൂമേഷൻ എന്ന് കേട്ട ഉടനെ ഞാൻ ചാടിപ്പുറപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു സീനിയർ ഡോക്ടർ ഗിരീഷ്, ഞങ്ങൾ രണ്ടാളും പോലീസിന് കൂടെ സാർ പറഞ്ഞു ആരെങ്കിലും 2 പേര് പോകുമെന്ന് പറഞ്ഞു. നമ്മൾ പോയി. എക്സ്ഹ്യൂമേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുഴിച്ചിട്ടിട്ടുള്ളൊരു ബോഡി കുഴി തോണ്ടി എടുത്തിട്ട് നമ്മൾ പരിശോധിക്കുന്നതാണ്. അപ്പം അത് ഒന്നുകിൽ ഒരാളെ കൊന്നു കുഴിച്ചിട്ടതാവാം, അല്ലെങ്കിൽ ഒരു ശവസംസ്കാരം നടത്തിയ അവിടെ നിന്ന് വീണ്ടും കുഴിച്ചെടുക്കുന്നതും ആവാം. ഇതെന്തായാലും സംഭവം ചോദിച്ചാൽ ഈ പയ്യൻ ഒരു കുറച്ച് അങ്ങനത്തെ എന്താ പറയുക ഈ വെള്ളിമൂങ്ങ നക്ഷത്രാമ അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ്. ഇവൻ്റെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനത്തെ കുറച്ച് തട്ടിപ്പുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ടീമാണ്. അപ്പം ഇവനെ എന്നിട്ട് വേറെ 2-3 കൂട്ടുകാർ ചേർന്നിട്ട് പഞ്ചലോക വിഗ്രഹം കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ നിന്ന് കുറേ കാശ് വാങ്ങിച്ചു. പിന്നെ ഇവൻ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഓരോ ഇതൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം ഇവരുടെ അടുത്ത് കൊടുക്കാനില്ല, സാധനം ഇല്ല ഇവരുടെ അടുത്ത്. അപ്പോൾ ഇവനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ഇവനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു ഇത് കാണിച്ചു തരാം, ഇതാദ്യം നീ കാണും. പക്ഷെ ഇത് കാണുമ്പോൾ ഇതിന് ഭയങ്കര തേജസ് ഇതൊക്കെ. അപ്പം നീ കുഴഞ്ഞ് വീണ് പോരുത്. അതുകൊണ്ട് ഇരുത്തിയിട്ട് കസേരയിൽ ഇരുത്തി കൈയൊക്കെ കെട്ടിയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്താ പറയുക ബാക്കിയുള്ളവരെ പറ്റിച്ച് നടക്കുന്ന ഒരാളെ പിന്നെ വേറെ കുറച്ച് പേര് പറ്റിക്കുകയാണ്. എന്നിട്ട് ഇവനെ കസേരയിൽ ഇരുത്തി കണ്ണും കെട്ടി. കാരണം ഇതിൻ്റെ തേജസ് എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ണ് കെട്ടി. ഇത് പോലീസിനോട് അവർ എന്താ പറയുക പിന്നീട് വന്ന കഥയാണ്. കണ്ണും കെട്ടി കയ്യും കെട്ടിയിട്ട് പിന്നെ തലയ്ക്കടിച്ചും കഴുത്ത് മുറിക്കും കൊന്നു. എന്നിട്ട് അവനെ ഒരു ചാക്കിൽ കെട്ടി 2-3 ലെയർ ചാക്കിലൊക്കെ കെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്തു. ഞങ്ങൾ പോയപ്പോൾ ഉള്ള സീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ചിക്കൻ കട, അതിൻ്റെ അടുത്തൊരു ഹോട്ടൽ, അതിൻ്റെ ബാക്കിൽ റെസിഡൻഷ്യൽ ഏരിയയാണ്, വീടുകൾ. ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഒരു ഉപയോഗശൂന്യമായൊരു കിണറിനുള്ളിൽ വേസ്റ്റാണ് ഇടുന്നത്. ഇതേപോലെ ചിക്കൻ കടയിലെ മാലിന്യം അങ്ങനെ സ്ഥലത്തുനിന്ന് വണ്ടിയിലൊക്കെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന ഒരു മാലിന്യ കൂമ്പാരമാണ്. അതിൽ നിന്ന് ഇങ്ങനെ മാന്തി എടുത്തിട്ട് ഒരു വലിയ മല പോലെ ഒരു കൂമ്പാരം കൂട്ടി വെച്ചിട്ടുണ്ട്. JCBയും ആൾക്കാരും ഒക്കെ ഇങ്ങനെ കോരി കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസ് പറഞ്ഞു കിട്ടുമായിരിക്കും, രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എങ്ങനെ ഇവർക്ക് തിരിച്ചറിയും? എല്ലാം മാലിന്യ കൂമ്പാരം എല്ലാം തുറന്നു നോക്കാൻ പറ്റില്ല, എങ്ങനെ അറിയും? അല്ല, അത് അവർ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കവറിൻ്റെ ഉള്ളിൽ ഇന്ന കവറിൻ്റെ ഉള്ളിൽ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളത് വെച്ച തിരയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ കൊണ്ടുപോയിട്ടവരാണ് ഇതൊക്കെ പറയുന്നത്. വേറെ എവിടെയും കണ്ടുപിടിക്കുന്നതല്ല. എന്നിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഒരു ഉച്ചയ്ക്ക് അവിടെ നിന്ന് അടുത്ത ഹോട്ടലിൽ നിന്ന് ഊണ് വാങ്ങിച്ചു കഴിച്ചു. ഒന്നും നടക്കുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. വൈകുന്നേരമായി, 5 മണിയായി. അപ്പോൾ എന്നാൽ തിരിച്ചു പോകാം, ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്കും സീനിയർ ചേട്ടനും ഒന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കേസൊന്നും ചെയ്യില്ല. പക്ഷെ ആ എടുത്ത് കിട്ടുന്നത് ഒരു മനുഷ്യൻ്റെ അവശിഷ്ടമാണ് എന്നുള്ള ഹ്യൂമൻ റിമെയിൻസ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ കിട്ടിയില്ലല്ലോ, നമുക്ക് പോകാം പറഞ്ഞു. 10 മിനിറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം പറഞ്ഞ പോലെ തന്നെ 5:10 കിട്ടി. അവർ പുറത്തേക്ക് എടുത്തു. അപ്പം അതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ഒരു തുടയിൽ ഫീമർ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. കവറെല്ലാം തുറന്നും നോക്കിയില്ല, പക്ഷെ അത് കണ്ടു. അപ്പോൾ ഒരു മനുഷ്യൻ്റെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഹ്യൂമൻ റിമെയിൻസ് എന്ന് മനസ്സിലായി. അത് അതേപോലെ തന്നെ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോഴാണ് പോലീസ് കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവനെ കൊന്നു, ഈ ചാക്കിലൊക്കെ കെട്ടി നീറ്റാക്കി. ഇത് വേസ്റ്റ് തള്ളുന്ന ഒരു സ്ഥലമാണ്, എല്ലാവരും കൊണ്ടുവന്ന് തള്ളുന്നതാണ്. അവിടെ കൊണ്ടുവന്ന് തള്ളി. അതിൻ്റെ മേലെ 6 മാസത്തോളം ബാക്കി ആൾക്കാർ വേസ്റ്റ് തള്ളി ഇതിനി കണ്ടുപിടിക്കുന്ന കാര്യമേ ഇല്ല, അങ്ങനെ സംശയമേ ഇല്ല. കാരണം ഇതാരും ഇനി എടുക്കാൻ പോകുന്നില്ല. മണവും എല്ലാം അവിടെ വേസ്റ്റിൻ്റെ മണം ഉണ്ടല്ലോ, ഒരു സംശയമില്ല. എല്ലാം ചെയ്തു നീറ്റ്. പിന്നെ ഇതെവിടെയാണ് പാളിയത്
എന്ന് വെച്ചാൽ പോലീസുകാർ ഇങ്ങനെ വേറെ വഴിക്ക് ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെ അന്വേഷിക്കും. അപ്പോൾ ഇവനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ഇങ്ങനെ അന്വേഷണത്തിനൊക്കെ മുന്നിട്ടിറങ്ങി. ഇവർ തന്നെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ അവിടെ അന്വേഷിക്കുന്നു ഇവിടെ അന്വേഷിക്കുന്നു, ഇവൻ കോഴിക്കോട്ട് നിന്ന് വിളിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും. അപ്പോൾ പോലീസുകാർ അതിൻ്റെയും പുറത്തുള്ള സർക്കിളിലെ ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ സമയത്ത് ഈ ഏകദേശം ഈ കാലത്തായിട്ട് ഇവർ ഈ വണ്ടി ആരുടെയെന്നോ കടം വാങ്ങി, ഈ പിക്കപ്പ് വാൻ പോലത്തെ വണ്ടി, അത് വൃത്തിയായി കഴുകിയിട്ടാണ് തിരിച്ചു കൊടുത്തത്, ഇങ്ങനെ ഒരു ലിങ്ക്. പിന്നെ ഇവരുടെ കയ്യിൽ എവിടുന്നോ കാശ് വന്നു, ഇവർ ഫ്രണ്ട്സിന് എന്തോ ട്രീറ്റ് കൊടുത്തു, അങ്ങനെ കുറച്ച് ലിങ്കുകൾ. പിന്നെ ഇവൻ കോഴിക്കോട് നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് ഇവർ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ പോലീസുകാർ ഇങ്ങനെ ഇവരെ ചുറ്റി ഇവരുടെ അടുത്ത് എത്തി, ഇവരെ പിടിച്ചു, ചോദ്യം ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കേസിലും പോലീസുകാർ അങ്ങനെ അവർ തന്നെ പറയുന്നത് ഞങ്ങൾ 3-ാം മുറയൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരു മുറയും ഉപയോഗിക്കേണ്ട, ചോദിക്കുന്നതിന് മുന്നേ അവർ പറയും. കാരണം ഒരു മനുഷ്യനെ കൊന്നിട്ട് അത് ബോഡി കുഴിച്ചിട്ട പോലെ തന്നെ അവരത് മനസ്സിൽ കുഴിച്ചിട്ടിട്ട് നടക്കുകയാണ്, അത് മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ വയ്യ, അവർക്ക് അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ അവർക്കിത് പറയണം. ഇതും കൊണ്ട് അതൊരു എളുപ്പമല്ല, അവർ ചെയ്തു എന്നേ ഉള്ളൂ, ആ എളുപ്പമില്ല അതുകൊണ്ട് ജീവിക്കാൻ. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നതിന് പറഞ്ഞു, സാറേ വയ്യ, ഇനി ഞങ്ങൾക്കിത് സഹിക്കാൻ വയ്യ പറയാന്ന് പറഞ്ഞു. അവർ തന്നെ ഈ എല്ലാ ദിവസവും ഡേറ്റിൻ്റെ കഥയടക്കം, അതാ ഞാൻ പറഞ്ഞു, ഈ ഡിസ്ക്രിപ്ഷനൊക്കെ അവർ പറഞ്ഞതാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന ഇതിൽ ഇന്ന കളർ കവറിൻ്റെ അകത്ത് വേറെ കളറിൻ്റെ എല്ലാം വ്യക്തമായിട്ട്, തത്ത പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ എല്ലാം വ്യക്തമായിട്ട് അവരാണ് പറഞ്ഞു കൊടുത്തത്. 2 പേര് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ എല്ലാം പറഞ്ഞു. പക്ഷെ ഒരാൾ കുറച്ചുകൂടി പിടിച്ചു നിന്നോ, ഇല്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു നിന്നു എന്ന് പറഞ്ഞു. പോലീസുകാർ അങ്ങനെ ഇടിക്കേണ്ട ആവശ്യം വന്നില്ല. ചോദിക്കുന്നതിൽ തന്നെ എല്ലാം പറഞ്ഞു. അപ്പോൾ അതാണ് പലപ്പോഴും വളരെ പ്ലാൻഡ് മർഡേഴ്സ്. അല്ലെങ്കിൽ ഈ കാര്യം കണ്ടുപിടിക്കാനേ പോകുന്നില്ല, ഈ ഡെഡ് ബോഡി കിട്ടിയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല, പക്ഷെ വേറെ വഴിക്കാണെങ്കിലും ഇത് പുറത്തു വരും.